Dear learners, Almighty God bless you. പ്രിയപ്പെട്ട പഠിതാക്കളെ, സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെയും നിങ്ങളുടെ മേലിലെല്ലാം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇംഗ്ലീഷിനെ കുറിച്ച് അറിയുന്ന സമയത്ത്, ഏത് ഭാഷയെക്കുറിച്ച് അറിയുന്ന സമയത്ത് വേർഡ്സ് ആർ ദ ബ്ലഡ് ഓഫ് ദ ലാംഗ്വേജ്. വാക്കുകൾ ഭാഷയുടെ രക്തമാണ് എന്ന് പറയും. വിതൗട്ട് ദ ബ്ലഡ് വി കനോട്ട് ലീവ്. രക്തമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. ജസ്റ്റ് ലൈക്ക് ദിസ്, വി ഹാവ് ടു ലേൺ, വി ഹാവ് ടു സ്റ്റഡി, വി ഹാവ് ടു കളക്ട് വേർഡ്സ്. നമ്മൾ വാക്കുകൾ പഠിക്കണം, അതേപോലെ അത് ശേഖരിക്കണം, അതിൻ്റെ സ്പെല്ലിങ്, അതിൻ്റെ അക്ഷരം, കൃത്യമായ വാക്കുകളെല്ലാം തന്നെ നമ്മൾ ശേഖരിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വലിയ അക്ഷരവും ചെറിയ അക്ഷരവും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന 26 സിമ്പിൾ വാക്കുകളാണ് ഞാൻ പഠിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ശരിയായ രീതിയിൽ പഠിക്കുകയും അതിൻ്റെ സ്പെല്ലിങ്ങുകൾ, അതിൻ്റെ അർത്ഥമെല്ലാം നമ്മൾ കൃത്യമായി പഠിക്കുകയും അത് നമ്മുടെ മനസ്സിൽ ശേഖരിച്ചു വെക്കുകയും ചെയ്താൽ ഇംഗ്ലീഷ് ഭാഷാ പഠനം നമുക്ക് വളരെ എളുപ്പമായി തീരും. ഇറ്റ് വിൽ ബിക്കം വെരി വെരി സിമ്പിൾ. ഐ വെൽക്കം ഓൾ ഓഫ് യു ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലുള്ള 26 അക്ഷരങ്ങൾ പഠിച്ചു. ഇനി ആ അക്ഷരങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു 26 പദങ്ങളിലൂടെയാണ് നമ്മളിതൊന്ന് അക്ഷരങ്ങൾ പരിചയപ്പെടുക. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പദങ്ങൾ: എ ഫോർ ആപ്പിൾ, ബി ഫോർ ബാറ്റ്, സി ഫോർ കാറ്റ്, ഡി ഫോർ ഡോഗ്, ഇ ഫോർ എഗ്, എഫ് ഫോർ ഫോക്സ്, ജി ഫോർ ഗോട്ട്, എച്ച് ഫോർ ഹാറ്റ്, ഐ ഫോർ ഇങ്ക്, J for jar, K for kite, L for love, M for mat, N for nib, O for ox, P for pen, Q for queen, R for rat, S for sun, T for tea, U for uniform, V for van, W for white, X for X-ray, Y for yellow, Z for നോക്കുക. സാധാരണ നമ്മളെ കുട്ടികൾ ലോകപ്രശസ്തമായി ഇത് ഉപയോഗിക്കുകയും പാടുകയും ചെയ്യും. ആ രീതി നമ്മളൊന്ന് പരിശോധിച്ചു. എ ഫോർ ആപ്പിൾ, ബി ഫോർ ബാറ്റ്, സി ഫോർ കാറ്റ് ആൻഡ് ഡി ഫോർ ഡോഗ്. എ ഫോർ ആപ്പിൾ, ബി ഫോർ ബാറ്റ്, C for cat and D for dog, E for egg and F for fox, G for goat and H for hat, I for ink and J for jar, K for kite and L for love, M for mat and N for nib, O for ox and P for pen, Q for queen and R for rat, S for sun and T for tea, U for uniform, V for van, W for white and X for X-ray, Y for yellow, Z for zoo. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 26 അക്ഷരങ്ങൾക്കുള്ള 26 വാക്കുകൾ നമ്മൾ പഠിച്ചു. പക്ഷേ ഈ ഓരോ വാക്കിൻ്റെയും സ്പെല്ലിങ് കൃത്യമായിരിക്കും. ഉദാഹരണം APPLE ആപ്പിൾ എന്ന് പറഞ്ഞു പഠിക്കണം. അതിപ്പോഴത്തെ കുട്ടികൾക്ക് കേട്ടെഴുത്ത് കൊടുത്താൽ, ഡിക്റ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾ എന്ത് ചെയ്യും? ആപ്പിൾ അല്ലെങ്കിൽ ആപ്പിൾ അങ്ങനൊക്കെ. പക്ഷെ എന്താണ്, when we start learning how to learn the writing and reading, we want the apt spelling. എഴുത്തും വായനയും പഠിക്കുന്ന സമയത്ത്
വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ബേസിക് ആയിട്ടുള്ള ടൈമിൽ തന്നെ ഓരോ സ്പെല്ലിങ്ങും നമ്മൾ അറിഞ്ഞു പഠിക്കണം. ഇപ്പം BAT ബാറ്റ്, അത് ബെറ്റ് എന്നാവരുത്, ഈ ആവരുത്. ഓരോ സ്പെല്ലിങ്ങിലും ഓരോ വാക്കിനും പ്രത്യേകമായിട്ടുള്ള അർത്ഥമാണ്. CAT കാറ്റ്, DOG ഡോഗ്, EGG എഗ്, FOX ഫോക്സ്, GOAT ഗോട്ട്, HAT ഹാറ്റ്, അത് HAT എന്ന് തന്നെ പറഞ്ഞിട്ട് മനസ്സിലുറക്കണം. INK ഇങ്ക്, JAR ജാർ, KITE കൈറ്റ്, LOVE ലവ്, MAT മാറ്റ്, NIB നിബ്, OX ഓക്സ്, PEN പെൻ, QUEEN ക്യൂൻ, RAT റാറ്റ്, SUN സൺ, TEAT ടീ, UNIFOM യൂണിഫോം, VAN വാൻ, WHITE വൈറ്റ്, XRAY എക്സ്റേ, YELLOW യെല്ലോ, ZOO സൂ. ഇതിങ്ങനെ തന്നെ ഏത് പ്രായത്തിലുള്ളവർ പഠിക്കുന്ന സമയത്തും ഈ അക്ഷരങ്ങൾ സ്പെല്ലിങ് ലെറ്റേഴ്സ് പറഞ്ഞിട്ട് വാക്കുച്ചരിച്ച് പഠിക്കുമ്പോഴേ ഇറ്റ് വിൽ ഫിക്സ് ഇൻ അവർ മൈൻഡ് ദ സ്പെല്ലിംഗ് ആൻഡ് ദ വേർഡ്. ഫോർ ആപ്റ്റ് റൈറ്റിംഗ് കറക്റ്റ് സ്പെല്ലിംഗ് ഷുഡ് ബി ദെയർ ഇൻ അവർ മൈൻഡ്. ശരിയായ രീതിയിൽ തെറ്റില്ലാതെ എഴുതണമെങ്കിൽ ഓരോ വാക്കിൻ്റെയും അത് 4-5 പ്രാവശ്യം എഴുതിയിട്ട്, മുമ്പ് സാറുമാർ ഇമ്പോസിഷൻ എഴുതുന്ന സമയത്തൊക്കെ പലർക്കും വെറുപ്പാണ്. 5 പ്രാവശ്യം 10 പ്രാവശ്യം അറിയാത്ത വാക്കുകൾ ആവർത്തിച്ച് എഴുതി കഴിഞ്ഞാൽ അത് മനസ്സിൽ പതിയും. അതിനു വേണ്ടിയായിരുന്നു മുമ്പ് ഇമ്പോസിഷൻ നൽകാറുണ്ടായിരുന്നത്. അത് ശിക്ഷയായിട്ടല്ല. അതേപോലെ MAT മാറ്റ്, പായ എന്നുള്ള അർത്ഥം നമ്മൾ ശരി MAT പായ, MAT പായ എന്ന് പഠിക്കണം. അതേപോലെ NIB നിബ്, സാധാരണ പഴയ പെന്നിൻ്റെ നിബ്, അത് നിബാണ്. മലയാളവും നിബ് തന്നെയാണ് ഉപയോഗിക്കുക, പേനയുടെ ആ മുന. അതേപോലെ ഓക്സ് എന്ന് പറഞ്ഞാൽ OX ഓക്സ് എന്ന് പറഞ്ഞാൽ കാള എന്ന് നമ്മൾ പഠിക്കുക തന്നെ വേണം. കാരണം ബ്രെയിൻ വൊക്കാബുലറി നമ്മൾ വേർഡ്സ് നമ്മൾ വധിക്കണം. PEN പെന്ന് എന്ന് പറഞ്ഞാൽ പേനയാണ്. കൃത്യമായ മലയാളം തന്നെ പഠിക്കുക, പേന. അതേപോലെ QUEEN രാജ്ഞി, നമ്മൾ ചെറിയ പ്രായത്തിൽ പഠിച്ചതാണ്, എന്നാലും ഒന്നും കൂടി ഉറപ്പിക്കുക. RAT റാറ്റ്, ഒരു കഥ എഴുതണം. പൂച്ചയും കുറിച്ചെന്നാൽ കാറ്റ് ആൻഡ് റാറ്റ്. കാറ്റ് പൂച്ചയാണ്, റാറ്റ് എലിയാണ് എന്ന് നമ്മൾ പഠിക്കും. അതേപോലെ സൺ, സൂര്യൻ, SUN സൺ, സൂര്യൻ പറഞ്ഞു പഠിക്കണം. 10 പ്രാവശ്യമെങ്കിലും പറയുക, 5 പ്രാവശ്യമെങ്കിലും എഴുതുക. TEAT ചായ, ചായ നമ്മൾ വി ഡ്രിങ്ക് ടീ, നമ്മൾ ചായ കുടിക്കുന്നു. ചായക്ക് ഇംഗ്ലീഷിൽ ടീ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സായിട്ട്. ടീ ചായ, ചായ ടീ, എല്ലാ വാക്കുകളും. UNIFOM, സാധാരണ കുട്ടികൾക്കൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിഫോം. അതിൻ്റെ സ്പെല്ലിങ് യൂണിഫോം എന്ന് നമ്മൾ സാധാരണ നമ്മൾ മലയാളത്തിലും അത് തന്നെയാണ് പറയുക. പക്ഷേ അതിൻ്റെ വി ഹാവ് ടു സ്റ്റഡി ദ സ്പെല്ലിങ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് യൂണിഫോം. അതേപോലെ വാൻ, WAN വാൻ, അർത്ഥവും പഠിക്കണം. യൂണിഫോമിൻ്റെ ഇത് പഠിക്കണം. വാൻ, VAN വാൻ, സാധാരണ വാൻ നമ്മൾ വാഹനമാണ്, അത് നമ്മൾ പഠിക്കണം. WHITE വൈറ്റ് എന്ന് പറഞ്ഞാൽ വെളുത്തത് എന്നാണ്. എ വൈറ്റ് ഷർട്ട്, ഒരു വെളുത്ത ഷർട്ട്. എ വൈറ്റ് കാർ, വെളുത്തത് എന്ന് പഠിക്കണം. അതേപോലെ എക്സ്റേ, നമ്മൾ സാധാരണ എക്സ്റേ എന്ന മലയാളത്തിൽ ഒരു രോഗിൻ്റെ ശരീരത്തിൻ്റെ ഭാഗം ഫോട്ടോ എടുക്കുന്ന എക്സ്റേ എടുക്കുക എന്ന് പറയാം. എക്സ്റേ എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷും മലയാളവുമായിട്ട് ഉപയോഗിക്കുന്നു. യെല്ലോ, ഇത് ഡബിൾ എൽ ഉണ്ടെന്ന് വെച്ചാൽ യെല്ലോ എന്ന് ഉപയോഗിക്കരുത്. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ യെല്ലോ എന്ന് ഇംഗ്ലീഷിൽ വരും. അതേപോലെ തന്നെ സെഡ് എന്ന് പറഞ്ഞാൽ ZOO സൂ, കാഴ്ച ബംഗ്ലാവ്. ഇപ്പോൾ 26 സ്മോൾ ലെറ്റേഴ്സുമായിട്ട് ഉദാഹരണങ്ങളുമാണ് നമ്മൾ പഠിച്ചു. നമ്മൾ വൊക്കാബുലറിയെ കുറിച്ചാണല്ലോ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ നമ്മൾ സംസാരിച്ചത്. I have introduced you the capital letters and small letters.
ക്യാപിറ്റൽ ലെറ്ററുകളും സ്മോൾ ലെറ്ററുകളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഇനി നമുക്ക് we have to collect more words in English, simple words, സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള വാക്കുകൾ കൂടുതൽ നമുക്ക് സ്വരൂപിക്കാം. ഫോർ ദിസ് I have written 26 words, 26 വാക്കുകൾ വിത്ത് 26 ലെറ്റേഴ്സ്, 26 അക്ഷരങ്ങൾ കൊണ്ട് നമ്മൾ എഴുതി. ആ വാക്കുകളെ തന്നെ നമുക്ക് നമ്മുടെ വൊക്കാബുലറി, ബഞ്ചസ് ഓഫ് വേർഡ്സ്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എങ്ങനെ വർദ്ധിപ്പിക്കാം ഒരു സിമ്പിൾ മെത്തേഡിലൂടെ എന്നുകൂടി നമുക്ക് ഇവിടെ പരിശോധിക്കാം. സാധാരണ നമ്മൾ സിംഗുലർ എന്ന് പറയും. സിംഗുലർ സിംഗുലർ ഏകവചനം, ഒരൊറ്റ സാധനത്തിന് നമ്മൾ സിംഗുലർ എന്ന് പറയും. ഇംഗ്ലീഷിൽ ആ സിംഗുലറിനോട് ഒരു എസ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഏകവചനം ബഹുവചനമായി മാറും. പ്ലൂരൽ, ഒന്നിൽ കൂടുതലായി മാറി. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള വാക്കുകൾ, പ്രത്യേകിച്ച് നൗൺ എന്ന് പറയുന്ന നാമങ്ങൾ, വസ്തുക്കളെ നമുക്ക് ഏകവചനത്തെ ബഹുവചനമാക്കി മാറ്റാൻ, ഹൗ ടു ചേഞ്ച് ദ സിംഗുലർ വേർഡ് ടു പ്ലൂരൽ വേർഡ്, സിംഗുലർ നൗൺ ടു പ്ലൂരൽ നൗൺസ്. ഏകവചനങ്ങളെ നമുക്ക് എങ്ങനെ ബഹുവചനമാക്കി മാറ്റാം എന്നുള്ള ഒരു സിമ്പിൾ മെത്തേഡ് കൂടി നമുക്ക് ഈ കൂട്ടത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. We can add a yes at the end of the word. It should be noun, വസ്തുക്കളായിരിക്കും. Then the things around us, that is noun. Apple, that is one apple. ഒരു ആപ്പിൾ എന്ന് പറയുമ്പോൾ അതൊരു ആപ്പിൾ. നേരെ മറിച്ച് if we add a yes at the end of the apple, it will become apples. When we add a yes, ഒരു എസ് at the end of the apple, the word apple, അവസാനം കൂട്ടി കൊടുക്കുന്ന സമയത്ത് ആപ്പിൾസ്, ആപ്പിളുകൾ എന്നായി പ്രത്യേകം ശ്രദ്ധിക്കും. അതുപോലെ ബാറ്റ്, ഒരു ബാറ്റ്, ഒരു എസ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ബാറ്റ്സ്, ബാറ്റുകൾ എന്നായി. കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന വടികൾ, എ ബാറ്റ് ഒരു വടി, ബാറ്റ്സ് എന്നാണ് വടികൾ എന്നായി. CAT കാറ്റിൻ്റെ എൻഡിൽ നമ്മളൊരു എസ് കൂട്ടി, ദ കാറ്റ്സ് പൂച്ചകൾ എന്നായി. അപ്പോൾ എന്താണ് വൊക്കാബുലറി? വി ആർ ഇൻക്രീസിങ് അവർ വൊക്കാബുലറി. ഡോഗ്, എ ഡോഗ്, ഒരു നായ എന്നുള്ള സിംഗുലർ എന്തായി മാറുന്നു? ഒരു എസ് കൂട്ടി കൊടുക്കുമ്പോൾ ഡോഗ്സ് ആയി, നായകൾ. എഗ്, ആൻ എഗ് എന്നുള്ളത് ഒരു എസ് കൂട്ടി കൊടുക്കുന്ന സമയത്ത് എന്തായി മാറുന്നു? കോഴിമുട്ടകൾ എന്നായി മാറും. ഇവിടെ ഒരു ചെറിയ മാറ്റം, ഒരു സ്ലൈറ്റസ്റ്റ് ചേഞ്ച്. ഈ എക്സ് കുറച്ചൊരു കട്ടിയുള്ള അക്ഷരമായതുകൊണ്ട് ES കൂട്ടി. ഫോക്സസ്, ഫോക്സസ് എന്ന് പറഞ്ഞാൽ കുറുക്കന്മാർ. എ ഫോക്സ് ഒരു കുറുക്കൻ, ഫോക്സസ് ഒരു ES കൂട്ടി കൊടുത്ത സമയത്ത് കുറുക്കന്മാരായി മാറി. ഗോട്ട്, ഗോട്ട്, ഗോഡ്സ്, ആട്, ആടുകൾ. ഹാറ്റ്, തൊപ്പി, ഹാറ്റ്സ്, തൊപ്പികൾ. ഇങ്ക്, മഷി, ഇങ്ക്സ്, മഷികൾ. ജാർ, ഒരു ജാർ, ജാസ്, ജാറുകൾ. കൈറ്റ്, പട്ടം, കൈറ്റ്സ്, പട്ടങ്ങൾ. ലവ് എന്നുള്ളത് ഒരു ക്രിയയാണ്, അതിനൊപ്പം നമ്മൾ എസ് കൂട്ടുകയില്ലത് നമുക്ക് പിന്നെ വിശദമായിട്ട് പഠിക്കാം. മാറ്റ്, പായ, മാറ്റ്സ്, പായകൾ. നിബ്, ഒരു നിബ്, നിബ്സ്, നിബുകൾ. ഓഗ്സ്, ഒരു കാള, ഓഗ്സസ്, കാളകൾ. പെൻ, ഒരു പേന, പെൻസ്, പേനകൾ. ക്യൂൻ, ഒരു രാജ്ഞി, ക്യൂൻസ്, രാജ്ഞികൾ. റാറ്റ്, ഒരു എലി, റാറ്റ്സ്, എലികൾ. സൺ, ഒരു സൂര്യൻ, സൺസ്, സൂര്യന്മാർ.
ടീ ഒരു ചായ, ടീസ് ചായകൾ. യൂണിഫോം ഒരു യൂണിഫോം, യൂണിഫോംസ് പല യൂണിഫോമുകൾ. വാൻ ഒരു വാൻ, വാൻസ് പല വാനുകൾ. വൈറ്റ്സ് ഒരു വള്ളക്കാരൻ, വൈറ്റ്സ് വെള്ളക്കാർ. എക്സ്റേ ഒരു എക്സ്റേഴ്സ് പല എക്സ്റേകൾ. യെല്ലോ ഒരു മഞ്ഞക്കാർ, യെല്ലോസ് മഞ്ഞക്കാർ. സൂ ഒരു കാഴ്ച ബംഗ്ലാവ്, സൂസ് കാഴ്ച ബംഗ്ലാവ്. In English, we have to learn singular words and plural words. To make the plural words, we add s or es at the end of the word. ഏകവചനം ബഹുവചനം ഉണ്ടാക്കാൻ വാക്കിൻ്റെ അവസാനത്തിൽ എസ്സോ ഇഎസ്സോ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വാക്കിനെ ബഹുവചനമാക്കി മാറ്റാം. ജസ്റ്റ് ലൈക്ക് ദിസ് we have to increase our vocabulary. ഈ ക്ലാസ്സിൽ നമ്മൾ ചെറിയക്ഷരവുമായിട്ട് ബന്ധപ്പെട്ട സ്മോൾ ലെറ്ററുമായിട്ടുള്ള കുറേ വാക്കുകൾ പഠിച്ചു. അത് നമ്മുടെ വൊക്കാബുലറി, നമ്മുടെ പദങ്ങൾ ഇൻക്രീസ് ചെയ്തു. അതിനാൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഇത്തരം വാക്കുകൾ നമ്മൾ പഠിക്കുക. അത് നമ്മൾ അതിൻ്റെ അർത്ഥം കൃത്യമായി എഴുതിയെടുക്കുക. സ്പെല്ലിംഗ്, മീനിങ് ആൻഡ് വേർഡ്, ഈ മൂന്നും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഇംഗ്ലീഷ് നമുക്ക് ശക്തിപ്പെടുത്തുവാൻ സാധിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഓരോ വാക്കും വായിക്കാൻ സാധിക്കുക, ഓരോ ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെയും കഴിഞ്ഞ നമ്മൾ ക്ലാസ്സിൽ പഠിച്ച ചെറിയ അക്ഷരങ്ങളുടെ വലിയ അക്ഷരങ്ങളുടെ പാരലലായിട്ടുള്ള മലയാളം സൗണ്ട് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് അടുത്ത എപ്പിസോഡുകളിൽ എടുക്കുവാൻ പോകുന്നത്. അതിനാൽ കഴിഞ്ഞ ക്ലാസ്സുകളുടെ തുടർച്ചയായി ഇത് കേട്ടുകൊണ്ടിരുന്നാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ വളരെ താല്പര്യത്തോടു കൂടി ഈ ക്ലാസ്സുകൾ ശ്രമിക്കുകയും അത് എഴുതിയെടുക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. ഗോഡ് ബ്ലസ് യു.